ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക് കൂടി. ഇതിൻ്റെ കാരണം ഈ ദേവസ്വങ്ങളുടെ മുകളിൽ പഴിചാരുന്നത് തെറ്റായ രീതിയാണ് എന്ന് കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ത്രിതലത്തിലുള്ള ഈ അന്വേഷണം വെച്ചത്. ആ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് അജിത് കുമാർ സാറിൻ്റെ വേർഷനാണ്. ഇത് ഇവിടെ 2023 കാര്യങ്ങൾ 2024 പൂരത്തിന് ഉണ്ടാവാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പല മീറ്റിങ്ങുകളും കൂടിയിട്ടുള്ളതാണ്. ആ മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ അതിൻ്റെ മിനിറ്റ്സുകളുടെ എല്ലാ രേഖകളും ഉണ്ട്. ആ രേഖകളൊക്കെ അടക്കം വെച്ച് സംസാരിച്ചിട്ട് 2024 വീണ്ടും പോലീസ് അതിൽ നിന്നും ആ തീരുമാനങ്ങളിൽ നിന്നും വയലേറ്റ് ചെയ്ത് 2023 ചെയ്ത അതേ നടപടികൾ തന്നെ 2024 ചെയ്യുകയാണ് ഉണ്ടായത്. അതിനെയാണ് എതിർത്തത്. അത് എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിരുവമ്പാടി ദേവസ്വമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രധാന പൂരത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പൂരങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് ഓരോ കാര്യത്തിലും കാലത്ത് മുതൽ രാത്രിയിൽ പൂരം വരെ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതൊരു ADGPയുടെ വേർഷനിലുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. 10,3500 പോലീസുകാർ, ഇവിടുത്തെ ഇൻ്റലിജൻസ്, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സംഭവം, ഇത്രയും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ പോലീസുകാരുള്ള കേരളത്തിലെ പോലീസാണ് ഏറ്റവും നല്ല പോലീസ് എന്ന് പറഞ്ഞാൽ ആ പ്രൗഢിയുള്ള ആ പോലീസിൻ്റെ മേലധികാരി തന്നെ പറയാണ് ഇത് ഒരു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധികളാണ് ഇത് കലക്കിയത് എന്ന് പൂരം കലക്കിയത് എന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫോഴ്സും എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടും ഇത്രയും നാൾ ഒരാഴ്ച മുന്നേ അതിൻ്റെ ഒരു മാസം മുന്നേ മന്ത്രിതലത്തിലും എല്ലാ തലങ്ങളിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. എന്നിട്ടും ഈ കലക്കണ തീരുമാനം അവർ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ദയനീയ പരാജയമാണ് കേരള പോലീസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇനിയിപ്പോൾ കേരള പോലീസിനെ കൊണ്ടല്ല അത് പറയിപ്പിക്കേണ്ടത്. ഇനി ഇത് CBIക്ക് വിടണം. ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി ചെയ്തത് എന്നുള്ളത് CBI അന്വേഷിക്കട്ടെ. എന്ത് നിയമ നടപടികൾക്കും തിരുവമ്പാടി ദേവസ്വം തയ്യാറാണ്. അതിൽ ഊന്നിക്കൊണ്ട് പൂരത്തിന് 2023 വിഷയങ്ങൾ മാത്രമാണ് 2024 ആവർത്തിക്കരുതെന്ന് പറഞ്ഞിരിക്കുക. അത് ആവർത്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ആ പ്രതികരിച്ചത് തെറ്റാണ് എന്ന് കേരള പോലീസ് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ADGP പറയുന്നു അത് തെറ്റാണ് എന്ന് പറയുന്നു. അത് ശരിയാണോ എന്നുള്ളത് ഇതിന് മുകളിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിലുള്ള CBI പോലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനന്വേഷിക്കട്ടെ. ഇതിലാരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി ചെയ്തതെന്ന് അവിടെ അർത്ഥം വരട്ടെ. മുഖ്യമന്ത്രിക്ക് ഇത് ബോധ്യം വന്നു. അതാണല്ലോ തലത്തിലുള്ള ഈ അന്വേഷണം നടത്തിയത്. ഇപ്പം ത്രിതലത്തിൽ 2 വിഭാഗം നമ്മളെ അന്വേഷണം ഹിയറിംഗ് നടത്തി കഴിഞ്ഞു. ഇനി മൂന്നാമത് ആരാണെന്ന് അറിയില്ല. അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. ഇത് വെറുതെ എന്താ പറയുക പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. ഇത് കേരള പോലീസിന് തന്നെ തെറ്റാണ്. ഇനിയിപ്പോൾ എനിക്ക് പേടി, ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കെല്ലാവർക്കും പുതിയ തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള കേസും കൂട്ടവും വരുമോ എന്നാണ്. അത് അങ്ങനെ ഈ വൈരാഗ്യം തീർക്കുന്ന ഒരു പ്രതീതിയിലേക്കാണ് പോകുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കള്ളനെ കിട്ടിയാൽ അയാളെ മറ്റുള്ള എല്ലാ കള്ളത്തരങ്ങളും അയാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക്. അതുപോലെ തന്നെ ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുകളിലേക്ക് ഇനി മറ്റുള്ള തരത്തിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്കായിട്ട് ഇനി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പേടിയുള്ളത്. ഈ വേറൊരു കാര്യം, നമ്മുടെ വേലയുടെ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? വേലയുടെ നമ്മൾ 1 മാസം മുന്നേ നമ്മൾ വേലയ്ക്ക് അപ്ലിക്കേഷൻ കൊച്ചിൻ ദേവസ്വം ബോർഡിലും ഫയർഫോഴ്സിലും പോലീസിലും എല്ലാം കൊടുത്തിട്ടുള്ളതാണ്. നാളിതുവരെയായിട്ട് ഇന്നലെ ഞാൻ ADMൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ ADM പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കൺസേൺഡ് സെക്ഷനുകളിൽ നിന്നും ഞങ്ങൾക്ക് അതിൻ്റെ ലെറ്ററുകൾ കിട്ടിയിട്ടില്ല. ആ ലെറ്റർ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിന് അനുമതിയോ അല്ലെങ്കിൽ നിഷേധിക്കുന്നതാണെങ്കിൽ നിഷേധിക്കുന്നത് ഞങ്ങൾ അതിൻ്റെ ലെറ്റർ തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 മാസം മുന്നേ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുള്ളതാണ്. ഇത് വെച്ച് നീട്ടുകയാണ്. എന്താണ് 1 മാസം? ഒരു വേല നടത്താൻ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ തേക്കിൻകാട് മൈതാനത്തിൽ ഏറ്റവും എന്താ പറയുക
ഒരു ചെറിയ അമ്പലത്തിൽ പോലും പൊട്ടിക്കുന്ന തരത്തിൽ ഉള്ള വെടിക്കെട്ടൊന്നും ഈ വേലയ്ക്ക് പൊട്ടിക്കാറില്ല. വളരെ ചെറിയ ചൈനീസിൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ ശിവകാശിയിൽ നിന്നുള്ള സാധനങ്ങൾ, വെടിക്കെട്ടിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പൊട്ടിക്കാറ്. ആ പൊട്ടിക്കുന്ന അത് പോലും നിഷേധിക്കുന്ന രീതിയിലേക്ക് ഒരു എത്തിയിരിക്കുകയാണ്. അതിന് ഞങ്ങൾ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന പേടിയുണ്ടോ? അവസാന നിമിഷത്തിലേക്ക് ഇത് അങ്ങനെയാണ് പോകുന്നത്. ഇതൊരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരീഷ് കുമാറിലും അല്ലെങ്കിൽ അതിലെ കമ്മിറ്റി മെമ്പർമാരിലും പലതരത്തിലുള്ള പ്രഷറുകൾ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ്. ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ കേരള പോലീസിൻ്റെ ആവശ്യമില്ല. നേരത്തെ ഞങ്ങളെ അതിനെ ക്രൂശിച്ച് ഇതിലും എല്ലാം മുകളിലിട്ട് ഇത്രയും ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഈ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ അവസാന നിമിഷം ഇനിയിപ്പോ ഒരു നിഷേധിച്ചു, അത് ബഹുമാനപ്പെട്ട കളക്ടറാണ് അത് തീരുമാനിക്കേണ്ടത്. ഇത്രയും ചെറിയ ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ ഓരോ വീട്ടിലും പൊട്ടിക്കുന്ന പടകത്തിൻ്റെ എനിക്ക് അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടി. അതിൽ 100 കിലോ വരെ നമുക്ക് ഒരു വ്യക്തിക്ക് കയ്യിൽ വെക്കാം അവരുടെ ആവശ്യങ്ങൾക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 100 കിലോ ഒന്നും പൊട്ടിക്കണില്ല. വെറും ചെറിയ കടകളിൽ നിന്ന് വാങ്ങുന്ന ബില്ല് അടക്കമുള്ള ശിവകാശി മെറ്റീരിയലാണ് നമ്മളോട് വാങ്ങിച്ച് പൊട്ടിക്കുന്നത്. അതിന് പോലും അനുമതി തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സീല് വയ്ക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇതിനെ അനുവദിക്കാൻ പറ്റില്ല. ഇതൊരു തെറ്റായ പ്രവണതയാണ്. ഈ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജ്ഞാപനം ഇറങ്ങിയിരുന്നല്ലോ. അപ്പൊ അതില് പിന്നീട് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അതിൽ ഇളവ് വരുത്തി തരുമെന്ന് പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഇളവിന് സാധ്യത നിലവിൽ പരിശോധിക്കുന്നുണ്ടോ, അതോ അതിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടോ? ശരിക്കും അദ്ദേഹവുമായി സംസാരിച്ചു. അതിൽ 2 കാര്യമാണ്. തൃശ്ശൂരിൻ്റെ MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. പല എഴുത്തുകുത്തുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇടപെടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ അപ്പം പറയും അതിൽ രാഷ്ട്രീയം കളിച്ചു എന്ന് പറയും. ഈ രാഷ്ട്രീയം കളിക്കൽ ഒരു വിഭാഗം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് രാഷ്ട്രീയം കളിച്ചു എന്ന്. എന്ത് രാഷ്ട്രീയം കളിക്കുന്നു? ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിക്കണു, കാര്യങ്ങൾ മുന്നോട്ട് പോകണു. ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. 226 കൊല്ലമായി തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട് ആ 226 എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഒരു തവണ കുറ്റിങ്കൽ അപകടത്തിന് ശേഷം നമ്മളെല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചത് അവർ പൊട്ടിക്കും, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇതേപോലെ സ്റ്റേ ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഒപ്പം നിന്നിട്ടുള്ളതാണ് എല്ലാ രാഷ്ട്രീയക്കാരും. അവിടെ ഈ കമ്മിറ്റി മെമ്പർമാരിൽ എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള മെമ്പർമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെയൊന്നും ക്ഷേത്രങ്ങളിലൊന്നും ഒരു വിധത്തിലുള്ള രാഷ്ട്രീയം കളിക്കാറില്ല. പക്ഷേ ഈ ഇടയായിട്ട് ഇങ്ങനെ ഒരു തോന്നൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ രാഷ്ട്രീയം കളിച്ചു തെറ്റായ ന്യൂസുകൾ പരത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് കണ്ടിരിക്കുന്നത്. ആശങ്കയുണ്ടോ ഇത്തവണത്തെ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ? ആശങ്കയുണ്ട്. പക്ഷെ എന്തായാലും അവസാന നിമിഷം പൊട്ടിക്കാനുള്ള അനുമതി ലഭിക്കുമെന്നാണ് തോന്നുന്നത്. അലങ്കോലമായ സംഭവത്തിൽ പോലീസ് ഇടപെടൽ മറച്ചുവെച്ച തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരി പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളായ സുന്ദർ മേനോൻ, ഗിരീഷ് കുമാർ, വിജയ് മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. പൂരം കലക്കിയത് തൽപര കക്ഷികളുടെ താൽപര്യപ്രകാരമെന്നും റിപ്പോർട്ടിലുണ്ട്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ആനന്ദ്, ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞ ചില പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം പോലീസിന്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അനാവശ്യ ഇടപെടൽ മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരുന്ന ഈ രീതി ശരിയല്ല. ഈ വിഷയം CBI ഏറ്റെടുക്കണം. കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? ദേവിക, അതായത് അദ്ദേഹം പറഞ്ഞു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പൂര വിഷയങ്ങളടക്കം രാഷ്ട്രീയം കൊണ്ടുവന്നുകൊണ്ട് കുട്ടിക്കലർത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ഉണ്ട്. അതിന്റെ ബാക്കി വശമായാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പൊതുവെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത്തരത്തിൽ ഈ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ തന്നെ നേരത്തെ മീറ്റിംഗുകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടകൾ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പോലീസ് സംവിധാനം, ഇന്റലിജൻസ് സംവിധാനം, ആഭ്യന്തര സംവിധാനം ഒക്കെ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച
പോലീസാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഇതുപോലെ ഈ ലോക പൈതൃക ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു സാംസ്കാരിക ഉത്സവത്തിൽ കലക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് മുൻകൂട്ടി അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും പ്രസക്തമാണ്. അപ്പോൾ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ചില അതിനു പിന്നിലുള്ള ചില ഗൂഢാലോചനകളും തന്നെയാണ് ഇത്തരത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഒരു നീക്കത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം CBI അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വങ്ങളും ഇത്തരത്തിൽ ഈ തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ എന്താണ് അവരുടെ റോള് എന്നുള്ള കാര്യത്തിൽ ഒരു CBI അന്വേഷണം വരണം എന്നുള്ള ഒരു ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ നിവേദനം നൽകിയിരുന്നു. എന്നാലും അത് തന്നെയാണ് ഇപ്പോഴും തിരുവമ്പാടി ശക്തമായി ആവർത്തിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഈ പോലീസിന്റെ തിരിമറികളോ അല്ലെങ്കിൽ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ലക്ഷ്യങ്ങളോ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുകളിലുള്ള ഒരു സംവിധാനം അന്വേഷണം വരണം. CBI ഈ വിഷയത്തിൽ അന്വേഷണം എന്ന് തന്നെയാണ് തിരുവമ്പാടിയുടെ ആവശ്യം. ദേവിക. ശരി, തൃശ്ശൂരിൽ നിന്ന് ചേർന്നത് ആനന്ദ് പുത്തൂറാണ്.